നമസ്കാരം. എൻ്റെ പേര് ലക്ഷ്മി നായർ. ഞാനൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ്. ഞാൻ വഴുതക്കാടുള്ള ഡൂൺ പബ്ലിക് സ്കൂളിൻ്റെ സെൻറ്റർ ഹെഡാണ്. ഇന്ന് നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ചുറ്റും നമ്മളിപ്പോൾ കാണുന്നത് യുനോ ഡ്രഗ് അബ്യൂസ്, സ്മോക്കിംഗ്, കുട്ടികളിലുള്ള ബിഹേവിയറൽ ഇഷ്യൂസ്, വലിയവരിലുള്ള ബിഹേവിയറൽ ഇഷ്യൂസ്. ഒരുപാട് പേര് കൗൺസിലിങ്ങിന് പോകുന്നു. ഒരുപാട് പേര് സൈക്കോളജിസ്റ്റിനെ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നു. ആൻഡ് പലരും പറഞ്ഞു കേൾക്കാറുള്ളത്, ഇതൊക്കെ പുതിയതല്ലേ, പണ്ടൊന്നും ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ എന്നാണ് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്, അല്ലേ? അപ്പോൾ ഇതിലെല്ലാത്തിൻ്റെ അടിസ്ഥാനം, വെദർ ഇറ്റ് ഇസ് സ്മോക്കിംഗ് ഓർ യു യൂസിങ് ഡ്രഗ്സ് ഓർ യുവർ ഗെറ്റിംഗ് ഇൻ ടു എനി കൈൻഡ് ഓഫ് സോഷ്യലി ബാഡ് ബിഹേവിയർ, എല്ലാം നമ്മുടെ ചിന്തയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ കൗൺസിൽ ചെയ്യുമ്പോഴും എൻ്റെ കുട്ടികളിലും എൻ്റെ ടീച്ചേഴ്സിലും എൻ്റെ ഫാമിലിയിലും എന്നിലും എല്ലാം ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ ശ്രമിക്കുന്നത്, പണ്ട് ആർത്തർ കോസ്റ്റയും ബെന കാലിക് എന്ന് പറഞ്ഞ രണ്ട് സൈക്കോളജിസ്റ്റ് ഡെവലപ്പ് ചെയ്ത് 16 ഹാബിറ്റ്സ് ഓഫ് മൈൻഡ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ഇതൊന്നും പുതിയതല്ല. ഇതിൽ ഒരു ഹാബിറ്റും നമ്മൾ കേട്ടിട്ടില്ലാത്തതോ പുതിയൊരു കോൺസെപ്റ്റോ ഒന്നുമല്ല. അപ്പം ആകെ അവർ പറഞ്ഞിരിക്കുന്ന 16 ഹാബിറ്റ്സ് ആണ്. ഇനിയും നമുക്ക് കൂടുതൽ ഹാബിറ്റ്സ് അതിൻ്റെ കൂടെ വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ഇത് അടിസ്ഥാനപരമായ 16 ഹാബിറ്റ്സ് ആണ്. നമ്മൾ പോകെ ഈ 16 എണ്ണവും ചർച്ച ചെയ്യും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിലെ 4 ഹാബിറ്റ്സിനെ കുറിച്ചാണ്. പ്രാക്ടീസ് ചെയ്യാൻ വളരെ എളുപ്പമുള്ളതും, നമ്മളൊന്ന് കോൺഷ്യസ് ആയാൽ മതി. നമ്മൾ ഇതിനെപ്പറ്റി അവെയർ ആണെങ്കിൽ നമ്മൾക്ക് അതൊരു, എന്തുകൊണ്ടാണ് ഈ ഹാബിറ്റ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്? നമ്മൾ പറയല്ലോ, അയ്യോ ഇതെനിക്ക് ഹാബിറ്റായിപ്പോയി. ചിലവർ പറയാറുണ്ട്, രാവിലെ 4 മണി എണീക്കുന്ന ഒരു ഹാബിറ്റായിപ്പോയി. അത് കുറേ നാൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും അതൊക്കെ ഹാബിറ്റ് ആയിക്കോളും. അത് വളരെ നാച്ചുറലായിട്ട് നമ്മളത്, ഇറ്റ്സ് ലൈക്ക് ഡ്രൈവിങ്, യു ലേൺ ഡ്രൈവിങ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ആദ്യം പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് ഗിയർ എവിടെ, സെക്കൻഡ് ഗിയർ എവിടെയെന്ന് നോക്കും, അല്ലേ? പിന്നെ പഠിച്ചു കഴിയുമ്പോൾ നമുക്കറിയില്ല നമ്മൾ ഏത് ഗിയറാണ് നമ്മൾ മാറ്റുന്നത്, നമുക്കറിയില്ല. അതുപോലെയാണ് ഹാബിറ്റ്സ് ഓഫ് മൈൻഡ്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് പെർസിസ്റ്റിംഗ് ആണ്. ആദ്യം പറയുന്നത് എന്താണ് ഈ പെർസിസ്റ്റിംഗ്? നമുക്കൊരു കാര്യം ചെയ്യണം തോന്നി, അല്ലെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നു, നമുക്കൊരു സംശയം തോന്നി, അത് ഏത് പ്രായത്തിലും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. പ്രാക്ടീസ് ചെയ്യാവുന്ന മാത്രമേ, ആസ് പേരൻസ് നിങ്ങൾ ഇത് കുട്ടികളിൽ എൻകറേജ് ചെയ്യേണ്ട ഒരു ഹാബിറ്റാണ്. പെർസിസ്റ്റ് ചെയ്യാം. നമുക്കൊരു സംശയം എന്നാൽ പിറകെ നടക്കുക. അമ്മ ഇതെന്താണ്, അച്ഛാ ഇതെന്താണ്, എനിക്ക് പറഞ്ഞു തരൂ, അല്ലെങ്കിൽ ടീച്ചറെ എനിക്കിത് മനസ്സിലാവണം, എനിക്കിത് അറിയണം എന്താണ്. ആ ചോദിക്കാനുള്ള ആ ഒരു എൻകറേജ്മെൻറ്റും കൊടുക്കണം. അങ്ങനെ അഥവാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു അപ്രിസിയേഷനും പറയണം. ഒരു കാര്യം തുടങ്ങിയാൽ അത് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ അതിൽ പെർസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഹാബിറ്റ്. അപ്പം അത് വരുമ്പോൾ നമുക്കൊരു കംപ്ലീഷൻ, നമുക്ക് പലപ്പോഴും നമ്മളിപ്പോൾ കുട്ടികളിൽ കുട്ടികൾ മാത്രമല്ല, ഈവൻ പേരൻസിലൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം തുടങ്ങിയ ഉടനെ മാറി. പലരും കംപ്ലയിൻറ്റ് ചെയ്യുന്നത്, ഹസ്ബൻഡ്സ് ആൻഡ് വൈഫ്സിൻ്റെ ഇടയിൽ കംപ്ലയിൻറ്റ് ചെയ്യുന്ന ഒരു കാര്യം, ചാനൽ ഇങ്ങനെ മാറ്റിയിരിക്കും, ഒന്നൊന്ന് റെഗുലറായിട്ട് കാണില്ല. അത് നമുക്ക് ആ പെർസിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട്, നമുക്കൊരു കാര്യം തുടങ്ങിയാൽ അത് കംപ്ലീറ്റ് ചെയ്യണം. അതൊരു ഭയങ്കര ജിറ്ററി ആയിട്ടുള്ള സ്വഭാവം. ആദ്യം നമ്മൾ ഈ ഒരു വെപ്രാളം നിർത്തുന്നതാണ് പെർസിസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പെർസിസ്റ്റിംഗ് ഇസ് ദ ഫസ്റ്റ് ഹാബിറ്റ് ദാറ്റ് ദേ സജസ്റ്റ്. രണ്ടാമത് മാനേജിങ് ഇമ്പൾസിവിറ്റി. ഇതൊക്കെ വളരെ അവർ പറയുന്ന ടേംസ് ആണ്, അവർ പറയുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും ഇതെന്താണെന്നുള്ളതല്ല. മാനേജിങ് ഇമ്പൾസിവിറ്റി എന്ന് പറഞ്ഞാൽ എടുത്തുചാട്ടം. എന്താണ് ഇമ്പൾസിൽ ചെയ്യാവും. നമ്മൾ ആദ്യം ചെറുതിലെ തന്നെ കുട്ടികളെ ഇമ്പൾസിവിറ്റി കൺട്രോൾ ചെയ്യുക. ഇമ്പൾസിൽ എന്തെങ്കിലും ചെയ്യുക. അത് ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ, പേരൻ്റൽ ഗൈഡൻസിനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മൾ പേരൻസ് കാണിച്ചു കൊടുക്കണം കുട്ടികൾക്ക്. ഇതാണ്, ദിസ് ഈസ് ഹൗ യു കൺട്രോൾ തിങ്സ്. എനിക്ക് പെട്ടെന്നൊരു ഐസ്ക്രീം കഴിക്കണം, എന്നാൽ ഇപ്പോൾ പോവാം ഐസ്ക്രീം കഴിക്കണം, അല്ല, കഴിക്കാം, നമുക്ക് പോവാം, ആ ഒരു കാം വരണം. ഇമ്പൾസായിട്ട് നമ്മൾ ആലോചിക്കുക, എല്ലാത്തിനെ പറ്റി ആലോചിച്ച് പെരുമാറാനുള്ള ഒരു ഹാബിറ്റ്. ഇതൊക്കെ ഞാൻ വളരെ ബ്രീഫായിട്ടാണ് പറയുന്നത്. കാര്യം ഇതിനെക്കുറിച്ച് തന്നെ ഓരോ ദിവസവും ക്ലാസ് എടുക്കാം, ഒരുപാട് പറയാനുണ്ട്. പക്ഷേ ഇത് പെട്ടെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്, മാനേജിങ് ഇമ്പൾസിവിറ്റി. പിന്നെ ലിസണിങ് ടു അതേഴ്സ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് എംപത്തി, വളരെ പ്രധാനപ്പെട്ട ഒരു ഹാബിറ്റാണ്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നതും മറുപടി പറയാനാണ്. ഇയാൾ പറയുന്നതിന് ഞാൻ എന്ത് മറുപടി പറയും, ഒരു വണ്ണപ്പ്. അല്ലാതെ ഇയാൾ പറയുന്നത് എന്താണ്, അതിൻ്റെ പൊരുൾ എന്താണ്, ഞാൻ ആ സ്ഥാനത്തായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ, ആ ഒരു എംപത്തി നമ്മൾ ലാക്ക് ചെയ്യുമ്പോൾ, നമ്മൾ അതിപ്പോൾ ഏത് ഇഷ്യൂ എടുത്താലും, സ്ട്രീറ്റ് ഡോഗ്സിൻ്റെ കാര്യമാണെങ്കിലും, നമുക്കൊരു ഒരു സോഷ്യൽ, ഇപ്പം നമുക്ക് ഈ പറയുന്ന സോഷ്യൽ ഹാബിറ്റ്സ്, ബാഡ് ഹാബിറ്റ്സ് ഉണ്ട്. ഇപ്പം നമ്മുടെ നെയ്ബറോ ഒരു റിലേറ്റീവിനോ ബാഡ് ഹാബിറ്റ്, അവനെ അങ്ങ് എഴുതി തള്ളുക.
അപ്പം ഒരു എമ്പത്തി ഇല്ലാതെ ഇവൻ ഇത് എങ്ങനെ വന്നു, എനിക്കത് എൻ്റെ റോൾ എന്താണ്, എനിക്കത് എങ്ങനെ സഹായിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇത് മാറ്റിയെടുക്കാൻ എന്നെക്കൊണ്ട് എങ്ങനെ പറ്റും. നമുക്ക് എല്ലാവർക്കും അതിനുള്ള കഴിവ് നമുക്കുള്ളിലുണ്ട്. ആരാണെങ്കിലും നമ്മളൊരു പരിപാലിക്കുന്ന ഒരു മൃഗമാണെങ്കിൽ പോലും അതിനെ പോലും നമുക്ക് എമ്പത്തിയോടുകൂടി കാണാൻ പറ്റും. ഒരാളൊരു കാര്യം പറഞ്ഞാൽ സിമ്പത്തി അല്ല, സിമ്പത്തി എന്ന് വെച്ചാൽ പിറ്റിയാണ്. എമ്പത്തിയോടെ ഉള്ളിലൊരു അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി മനസ്സിലാക്കുന്ന ഒരു ഹാബിറ്റ് നമുക്ക് ചെറുതിലേ നമുക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഹാബിറ്റ് തിങ്കിങ് ഫ്ലെക്സിബിളി, ഒരു ആർട്ടാണ് അല്ലേ. എങ്ങനെ എങ്ങനെ നമുക്ക് വേറൊരു ഇതിൽ പറഞ്ഞാൽ 6 തിങ്കിങ് ഹാബിറ്റ്സ് എന്ന് പറയും. ഈ 6 തിങ്കിങ് ഹാബിറ്റ്സ് ഇങ്ങനെയും ചിന്തിക്കാം, അങ്ങനെ പല റോൾ. ഞാൻ ഇപ്പുറത്തെ വശത്തായിരുന്നു, ഞാൻ ടീച്ചറായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ പെരുമാറിയേനെ, അല്ലെങ്കിൽ ഈ വിഷയം ഇതല്ല, ഞാൻ വേറൊരു വിഷയത്തിലാണെങ്കിൽ ഞാൻ ഇതിനെങ്ങനെ ഹാൻഡിൽ ചെയ്തേനെ, ഇതൊരു ആപത്തിൻ്റെ ഇടയിലാണ് നടക്കുന്നതെങ്കിൽ ഞാൻ എങ്ങനെ, പല രീതിയിലും ചിന്തിക്കുക ഒരു കാര്യം. ആക്ച്വലി അതിപ്പോൾ സ്കൂൾസിലൊക്കെ പലപ്പോഴും നമ്മൾ ഇൻറ്ററാക്റ്റീവായിട്ടുള്ള നമ്മൾ ടീച്ചേഴ്സൊക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. പല തരം ലെസൺസ് പഠിപ്പിക്കുക, അതിലെല്ലാത്തിൻ്റെയും കണക്ടിവിറ്റി പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ 4 പോയിൻറ്റ്സ്. ഓക്കെ, നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? പെർസിസ്റ്റിംഗ്, മാനേജിങ് ഇമ്പൾസിവിറ്റി, ലിസണിങ് ടു അതേഴ്സ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് എംപത്തി, ആൻഡ് തിങ്കിങ് ഫ്ലെക്സിബിളി.